നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശരത്തെ, ഈ പൂജ എത്ര സമയം പോവും? പ്രിയങ്ക എന്നോട് വരികയാണെങ്കിൽ അവിടെ ഒന്ന് തിരികെത്തിക്കേണ്ട സമയം 15 മിനിറ്റിനുള്ളിൽ പ്രിയങ്ക ഞാൻ ഇവിടെ തിരിച്ചെത്തിക്കാം. ഷുവർ ആണോ? ഞാൻ വാക്ക് പറയല്ലേ. ഇയാൾ അവിടെ നിന്ന് പ്രസന്റ് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അവിടുന്ന് പോരാം. എന്റെ കൃഷ്ണ, എന്തൊക്കെയാ കേൾക്കുന്നേ? ഇതിനിടയ്ക്ക് പ്രിയങ്ക പോവാനോ? അതൊന്നും പറ്റില്ല. ചേച്ചിക്ക് ഇപ്പൊ എന്താ കാണണ്ടേ? മാനക്കേട് കൊണ്ട് അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി ചാവുന്നതാണോ? അതോ ഞാൻ ഇതിനകത്ത് തൂങ്ങി ചാവുന്നതാണോ? എനിക്കിപ്പോ ഇവിടുന്ന് ശരത്തിന്റെ കൂടെ പോയേ പറ്റൂ. അതിന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താ സഹായിക്കാനാ? ഒരു മാർഗമുണ്ട്. തൽക്കാലം എന്റെ ഈ ആഭരണങ്ങളും വേഷവും ഒക്കെ അണിഞ്ഞ് ചേച്ചി സ്റ്റേജിൽ ഇരിക്കണം. ഞാനോ? അതൊന്നും പറ്റില്ല. പറ്റില്ലെങ്കിൽ വിവാഹം മുടക്കുന്ന മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ഞാനത് ചെയ്യും. ചേച്ചി ചേച്ചി ഇവിടെ ഇരുന്നാ മാത്രം മതി. ഇങ്ങോട്ട് ആരും കയറാതെ സോനിയും ജാനിയും നോയിക്കോളും. സോന, ഒരു കാരണവശാലും ഇവിടെ പിടിക്കപ്പെടരുത്. അത് ഞങ്ങൾ ഏറ്റു. നീ പോയി തിരിച്ചു വരുന്നത് വരെ ഒരാള് പോലും ഇങ്ങോട്ട് വരില്ല. രാധിക, ഞങ്ങൾ തന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. ഈ ഒരു ഘട്ടത്തില് തനിക്കല്ലാതെ വേറെ ആർക്കും തന്നെ അനിയത്തെ സഹായിക്കാൻ പറ്റില്ല. എടോ, കുറച്ചു നേരത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താ എല്ലാം ഭംഗിയായിട്ട് നടക്കും. പ്ലീസ് ചേച്ചി, ഇപ്പൊ ഞാൻ പോയില്ലെങ്കിൽ എന്നേക്കുമായിട്ട് നമ്മുടെ കുടുംബം ഇല്ലാതാവും. പ്ലീസ് ചേച്ചി, എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാ. എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. പ്ലീസ് പ്ലീസ് ചേച്ചി. നിനക്കൊന്നും സംഭവിക്കരുത്. നമ്മുടെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത്. ഇല്ല ചേച്ചി, ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ വേഷമായിട്ട് ഇവിടെ ഇരിക്കാം. പക്ഷെ എന്നെ ആരും കാണരുത്. അത് ഞങ്ങൾ ഏറ്റു. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് ചേച്ചി ഒരുങ്ങാൻ നോക്ക്. ഞാൻ ഇതൊക്കെ അഴിച്ചു തരാം. മോളെ, ഒന്നും വരില്ല ചേച്ചി. ഭഗവാൻ കൃഷ്ണൻ ചേച്ചിയുടെ കൂടെ ഇല്ലേ? നമ്മുടെ കുടുംബത്തെ ചേച്ചിയുടെ ഭഗവാൻ കരയിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.